അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുൽഖർനൈൻ ചക്രവർത്തിയെക്കുറിച്ചുള്ള വിവരണമാണ് ഏറ്റവും ഒടുവിൽ നാം പഠിച്ചത്. ഈ വിവരണത്തിൽ വന്ന യഅ്ജൂജ് മഅ്ജൂജ് ജനവിഭാഗങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ അനുബന്ധ ക്ലാസ്സിൽ. ഈ സൂറത്തിന് പുറമെ സൂറത്തുൽ അംബിയായിലും യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ചുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. ഈ സൂറത്തിൽ അക്രമകാരികളായ യഅ്ജൂജ് മഅ്ജൂജിന് ദുൽഖർനൈൻ ഒരു ശക്തമായ ഭിത്തിയുണ്ടാക്കി തടഞ്ഞു വെച്ചു എന്നാണ് പറയുന്നതെങ്കിൽ, സൂറത്തുൽ അംബിയായിൽ അവസാന കാലത്ത് യഅ്ജൂജും മഅ്ജൂജും തുറന്നുവിടപ്പെടുമെന്നും അവർ നാനാഭാഗത്തു നിന്നുമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം അക്രമികളായി വിനാശകാരികളായി ഒന്നാകെ കുതിച്ചു വരുമെന്നും വിനാശം വിതക്കുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് പരാമർശങ്ങൾ മാത്രമാണ് ഖുർആനിൽ യഅ്ജൂജിനെ കുറിച്ചും മഅ്ജൂജിനെ കുറിച്ചും വന്നിട്ടുള്ളത്. അതിലൊന്നും ആരാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്നില്ല. ഖുർആനിലെ അവ്യക്തങ്ങളായ സൂക്തങ്ങളിൽപ്പെട്ടതാണ് ഇത്. അതുകൊണ്ട് തന്നെ യഅ്ജൂജ് മഅ്ജൂജിന്റെ യാഥാർത്ഥ്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അന്ത്യനാളിനോടനുബന്ധിച്ച് യഅ്ജൂജ് മഅ്ജൂജ് നാനാ ദിക്കുകളിൽ നിന്നും വരുന്നത് എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും അതൊക്കെ എന്ന് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. യഅ്ജൂജ് മഅ്ജൂജ് ആദം സന്തതികളായ മനുഷ്യവർഗത്തിൽപ്പെട്ടവർ തന്നെയാണെന്ന കാര്യത്തിൽ അധികം പണ്ഡിതന്മാരും യോജിക്കുന്നുണ്ട്. പഴയകാല മുഫസ്സിറുകളിൽ ചിലർ യഅ്ജൂജ് മഅ്ജൂജ് ജനവിഭാഗങ്ങൾ ദുൽഖർനൈൻ ഉണ്ടാക്കിയ കെട്ടിനപ്പുറം ഇപ്പോഴും ഉണ്ടെന്നും അവർ അന്ത്യനാളിനോടനുബന്ധിച്ച് കെട്ടുപൊട്ടിച്ച് ഒന്നാകെ പുറത്തു വന്ന് നാശം വിതയ്ക്കുമെന്നുമുള്ള നിഗമനത്തിലെത്തിയവരാണ്. സൂറത്തുൽ അംബിയായിലെ ആയത്ത് നൽകുന്ന സൂചനയുടെയും ഹദീസുകളിൽ വന്ന ചില പരാമർശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പണ്ഡിതന്മാർ അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ട് യഅ്ജൂജ് മഅ്ജൂജ് കെട്ടുപൊട്ടിച്ചു വരുമെന്ന ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എന്നാൽ ദുൽഖർനൈൻ ചക്രവർത്തി തടഞ്ഞു നിർത്തിയ യഅ്ജൂജ് മഅ്ജൂജ് ആവണമെന്നില്ല അന്ത്യനാളുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച യഅ്ജൂജ് മഅ്ജൂജ് എന്ന് അഭിപ്രായപ്പെടുന്ന ചില പണ്ഡിതന്മാരുമുണ്ട്. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായതും വ്യത്യസ്തമായതുമായ അഭിപ്രായം എഴുതിയവരിൽ പ്രമുഖൻ മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണെന്ന് ലോക പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, യഅ്ജൂജ് മഅ്ജൂജ് പലരും ധരിക്കുന്നത് പോലെ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക രൂപവും പ്രകൃതിയുമുള്ളവരൊന്നുമല്ല. അവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷേ അവർ വലിയ അക്രമകാരികളും നാശം വിതക്കുന്നവരും എണ്ണത്തിൽ വളരെ കൂടുതലുള്ളവരുമായ ഗോത്രവർഗങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ നിരീക്ഷണം, ഇവർ മധ്യേഷ്യയുടെ ഭാഗമായ മംഗോളിയയിലുണ്ടായിരുന്ന മംഗോൾ, തർത്താർ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഗോത്രവർഗങ്ങളിൽപ്പെട്ടവരാവാനാണ് സാധ്യത എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പിൽക്കാലത്ത് തത്താരികളും മംഗോളിയൻസും ലോകത്ത് നടത്തിയ വിനാശകരമായ തേരോട്ടങ്ങൾ യഅ്ജൂജ് മഅ്ജൂജിൻ്റെ ഭൂമിയിലെ വിനാശകരമായ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം തൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കുന്നത്. പല തവണകളിലായി ഇവരുടെ അതിവേഗത്തിലുള്ള ആക്രമണങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ജോർജിയയുടെ വടക്ക് ഭാഗത്ത് റഷ്യയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്തുള്ള കോക്കസസ് പർവ്വത നിരകളുടെ ഭാഗത്തായിരുന്നു ദുൽഖർനൈൻ ഉണ്ടാക്കിയ ഭിത്തിയെന്നും ആ ഭിത്തി ഇപ്പോഴും ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും മൗലാന അബുൽ കലാം ആസാദ് അഭിപ്രായപ്പെടുന്നു. ചൈന വൻമതിലാണ് ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ഭിത്തിയെന്ന് അഭിപ്രായപ്പെടുന്നത് വളരെ ബാലിശമാണെന്നും അദ്ദേഹം പറയുന്നു. ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെറഡോട്ടസ് എന്ന ചരിത്രകാരൻ്റെ വിവരണങ്ങളാണ് മൗലാന അബുൽ കലാം ആസാദ് ഇക്കാര്യത്തിൽ അവലംബിച്ചതെന്നും കരുതപ്പെടുന്നു. ഇക്കാര്യത്തിലുള്ള വിവിധങ്ങളായ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കുന്നത് യഅ്ജൂജ് മഅ്ജൂജ് മനുഷ്യരാണെങ്കിലും അക്രമകാരികളും കാരുണ്യമില്ലാത്തവരുമായ ജനവിഭാഗങ്ങളാണെന്നും പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് എന്ന മഹാനായ ചക്രവർത്തി അഥവാ ദുൽഖർനൈൻ ഇവരുടെ ആക്രമണങ്ങളെ തടയാൻ മധ്യേഷ്യയുടെ വടക്കു ഭാഗത്തുള്ള കോക്കാസസ് മലനിരകൾക്കിടയിൽ കെട്ടുകെട്ടിയിരുന്നുവെങ്കിലും അത് പിൽക്കാലത്ത് തകർക്കപ്പെട്ടു എന്ന് കരുതുന്നുവെന്നും അത് തകർത്ത് പുറത്തു വന്നവരാകാം ലോകത്ത് ആക്രമണങ്ങൾ അഴിച്ചുവിട്ട മംഗോളിയൻസും തത്താരികളുമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. മാത്രമല്ല യഅ്ജൂജ് മഅ്ജൂജ് അവസാന കാലത്ത് മാത്രം പുറത്തു വരുന്ന അസാധാരണ ജീവികളല്ലെന്നും
അവർ സ്വദേശം വിട്ട് കൂട്ടമായും ശക്തമായും ലോകത്ത് പലയിടങ്ങളിലും നാശം വിതച്ചതും വിതക്കുന്നവരുമായ മനുഷ്യ സമൂഹങ്ങളുമാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ടെന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. ഏതായാലും ഇത് ശരിക്കും ഖുർആനിലെ മുതശാബിഹാത്തിൽപ്പെട്ട അള്ളാഹുവിന് മാത്രം അറിയുന്നതായതുകൊണ്ട് കൂടുതലായി ഒന്നും വിവരിക്കാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് വന്ന ഒരു പ്രത്യേക അഭിപ്രായം സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു ആലം. ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.